2000 വർഷം മുമ്പ് നടന്ന കഥയാണ്. അന്ന് കപിലവസ്തു, ഇന്ന് നേപ്പാൾ എന്ന രാജ്യത്ത്. രാജകൊട്ടാരത്തിനടുത്തൊരു കുട്ടി ഓടി കളിച്ചിരുന്നു. കുട്ടിയുടെ പേര് സിദ്ധാർത്ഥൻ. അപ്പോഴാണ് കുറേ അരയന്നങ്ങൾ ആകാശത്തൂടെ വരിവരിയായി പറന്നു പോകുന്ന കാഴ്ച കണ്ടു. ആ കാഴ്ച സിദ്ധാർത്ഥൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരു അരയന്നം താഴേക്ക് വീണു നിലത്ത് കിടന്നു പിടഞ്ഞു. സിദ്ധാർത്ഥൻ ഓടിച്ചെന്ന് അതിനെ എടുത്തു. അതിൻ്റെ ദേഹത്ത് അമ്പു തറച്ചിരുന്നു. കുമാരൻ മെല്ലെ അമ്പു വലിച്ചെടുത്തു. ഒരു ഔഷധ ചെടിയുടെ ഇല പിഴിച്ച് ചാറെടുത്ത് മുറിവിൽ പുരട്ടുന്നു. സിദ്ധാർത്ഥൻ ചിന്തിച്ചു, ഈ അമ്പ് തറച്ചതുകൊണ്ട് ഈ പക്ഷിക്ക് എന്ത് വേദനയായിരിക്കാം? ആ അനുഭവം കുമാരൻ സ്വന്തം കൈകൊണ്ട് കണ്ടറിഞ്ഞു. ഹാ, എത്ര വേദന! ഈ വേദന തന്നെയല്ലേ അരയന്നവും അനുഭവിച്ചത്? സിദ്ധാർത്ഥൻ തോന്നി. സിദ്ധാർത്ഥന് ദയ തോന്നി. ആ പറവയെ അമ്പെയ്തു. വീഴ്ത്തിയത് കുറച്ചപ്പുറത്ത് കലച്ചുകൊണ്ടിരുന്ന ദേവദത്തൻ എന്ന രാജകുമാരനായിരുന്നു. താൻ എയ്തു വീഴ്ത്തിയ പക്ഷിയെ തനിക്ക് തന്നെ വേണമെന്ന് ദേവദത്തൻ വാശി പിടിച്ചു. തരില്ലെന്ന് സിദ്ധാർത്ഥൻ തീർത്തു പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ തർക്കമായി. ഈ വിവരം രാജാവ് അറിഞ്ഞു. അദ്ദേഹം 2 കുമാരന്മാരെയും വിളിച്ചു വരുത്തി. സിദ്ധാർത്ഥൻ നടന്നതെല്ലാം വിശദമായി പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഒരു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവനോ ജീവൻ നശിപ്പിക്കാൻ ശ്രമിച്ചവനോ ആ ജീവിയുടെ മേൽ അവകാശം? ദേവദത്തന് തെറ്റു മനസ്സിലായി. പക്ഷിയെ രക്ഷിച്ച ആളാണ് പക്ഷിയുടെ അവകാശി, ദേവദത്തൻ പറഞ്ഞു. ദയാലുവായ ആ സിദ്ധാർത്ഥകുമാരനാണ് പിന്നീട് ലോകമാദരിക്കുന്ന ഗൗതമബുദ്ധൻ. ദയയും സ്നേഹവും മനുഷ്യരെ വലിയവരാക്കും.